നമസ്കാരം. ബീഹാറിൽ ബി.ജെ.പിയും ജെ.ഡി.യുവും തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിയത് മുതൽ എല്ലാ ഘട്ടത്തിലും നല്ല ആത്മവിശ്വാസത്തിലായിരുന്നു. വിജയവും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇന്ത്യയുടെ വന്യമായ പ്രതീക്ഷകൾക്കും അപ്പുറമുള്ള പടുകൂറ്റൻ വിജയമാണ് അവരിലേക്ക് എത്തിയത്. ബീഹാറിൽ താമരപ്പൂക്കളേന്തിയ അക്ഷരാർത്ഥത്തിൽ നിതീഷ് കുമാറിന്റെ തേരോട്ടമാണ് ഉണ്ടായത്. ഭരണവിരുദ്ധ വികാരം തരിമ്പും ഇല്ലെന്നും മാത്രമല്ല, നിതീഷിനും ബി.ജെ.പിക്കും അനുകൂലമായി വീശിയടിച്ച തരംഗവുമുണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു ബീഹാർ ഫലം. ബി.ജെ.പിയും ജെ.ഡി.യുവും തുല്യശക്തികളായി ഇനി ബീഹാർ ഭരിക്കും. ഈ വിജയം എങ്ങനെയുണ്ടായി? എൻ.ഡി.എ സഖ്യം തന്ത്രങ്ങൾ ഒരുക്കിയതും നടപ്പാക്കിയതും ബീഹാറിന്റെ പൾസ് അറിഞ്ഞു തന്നെയാണ്. അസാധ്യമായ സോഷ്യൽ എഞ്ചിനീയറിംഗ്, അതിന്റെ സൂക്ഷ്മമായ എക്സിക്യൂഷൻ. ബീഹാറിൽ 20 വർഷത്തെ ഭരണത്തിനിടയിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ സൃഷ്ടിച്ചെടുത്ത സ്വന്തം വോട്ട് ബാങ്കായ സ്ത്രീ വോട്ടർമാർ തന്നെയാണ് ഇത്തവണയും തുണച്ചത് എന്ന ഒറ്റ വാചകത്തിൽ ഈ വിജയത്തെ വിലയിരുത്താം. അതിനപ്പുറം എന്തെല്ലാമാണ് ഈ ജനവിധിക്ക് കാരണമായത്? വിശദമായി പരിശോധിക്കാം. RDX ആദ്യം. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എരിപുരിയായി ഒരൊറ്റ നിൽപ്പായിരുന്നു നിതീഷ് കുമാർ. ഈ പ്രായത്തിലും ബീഹാർ ജനത നെഞ്ചേറ്റുന്നത് ഈ പഴയ സോഷ്യലിസ്റ്റിനെയാണെന്നാണ് ഈ വിധി പറയുന്നത്. കഴിഞ്ഞ 20 വർഷത്തിനിടെ ജിതിൻ റാം മഞ്ചിയുടെ 1.5 വർഷം മാറ്റി നിർത്തിയാൽ ബീഹാറിൽ നിതീഷ് മാത്രമായിരുന്നു. കഴിഞ്ഞ 5 വർഷവും ബീഹാറിലെ മൂന്നാമത്തെ പാർട്ടി മാത്രമായിരുന്നു ജെ.ഡി.യു. എന്നിട്ടും തേജസ്വിയുടെ കൂടെയും ബി.ജെ.പിയുടെയും കൂടി മുഖ്യമന്ത്രിയായി. ഇനിയുള്ള 5 വർഷത്തേക്ക് തല ഉയർത്തി തന്നെയാണ് നിതീഷിന്റെ നിൽപ്പ്. ബീഹാറിൽ ഇത് ബി.ജെ.പിയും തല ഉയർത്തി നിൽക്കുന്ന കാലമാണ്. കഴിഞ്ഞ സഭയിൽ ആർ.ജെ.ഡിക്ക് തൊട്ടു പിന്നിൽ രണ്ടാമത്തെ വലിയ കക്ഷിയായിരുന്നു ബി.ജെ.പി. ഇത്തവണ നിതീഷിനു മുകളിലാണ് ആ നിൽപ്പ്. 101 സീറ്റ് വീതം തുല്യമായാണ് ഇരു പാർട്ടികളും മത്സരിച്ചത്. പക്ഷേ കൂടുതൽ സീറ്റിൽ ജയിക്കുന്ന പാർട്ടി മാത്രമല്ല, സഖ്യത്തിൽ കൂടുതൽ വോട്ട് വിഹിതം നേടിയ പാർട്ടിയും ബി.ജെ.പിയാണ്. ജെ.ഡി.യുവിനേക്കാൾ 4% വോട്ടാണ് ബി.ജെ.പി നേടിയത്. ബീഹാറിൽ ഭാവിയെ മുന്നിൽ കണ്ട് ബി.ജെ.പി നടത്തുന്ന നിക്ഷേപമാണിത്. ഇപ്പോൾ നിതീഷിന് പിന്നിൽ അണിയെപ്പോലെ നിന്നാലും ഒറ്റ ചുവടിൽ എപ്പോൾ വേണമെങ്കിലും മുന്നിൽ കയറാം എന്നാണ് ഈ ഫലം പറയുന്നത്. RDX ന്യൂസ് മലയാളം. ബീഹാറിലെ ഇത് ചരിത്ര വിജയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിലെ എല്ലാ റെക്കോർഡുകളും എൻ.ഡി.എ ഭേദിച്ചു. സംസ്ഥാനത്ത് ഇനി ഇന്ത്യ സഖ്യം തിരിച്ചു വരില്ലെന്നും ബി.ജെ.പി ദേശീയ ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് മോദി പറഞ്ഞു. बिहार के लोगों ने सारे रिकॉर्ड तोड़ दिए. बिहार ने 2010 के बाद का सबसे बड़ा जनादेश एनडीए को दिया है. कांग्रेस वालों को बहुत चुभता था और बहुत मोदी क्या बोल रहे हैं, ऐसा क्या बोल रहे हैं. लेकिन आज मैं फिर कहना चाहता हूं, मैं कहूंगा अब वापस नहीं आएगी कट्टा सरकार. अब वापस नहीं आएगी, अब वापस नहीं आएगी, अब वापस नहीं आएगी. എങ്ങനെ ജയിച്ചു എന്നത് വിശദമായി പരിശോധിക്കാം. വിജയം നൽകിയ പ്രധാനപ്പെട്ട ഫാക്ടറുകളിൽ ഒന്ന് വനിതകളാണ്. സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമിട്ട് നിതീഷ് കുമാർ നടപ്പാക്കിയ സാമ്പത്തിക ക്ഷേമ പദ്ധതികളെല്ലാം ഫലം കണ്ടു. സ്ത്രീകൾക്കിടയിൽ നിതീഷിന്റെ സുശാസൻ ബാബു നല്ല ഭരണാധികാരി പ്രതിച്ഛായ തുടരാൻ ഇത് സഹായിക്കുകയും ചെയ്തു. സ്ത്രീകൾ കൂട്ടമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ എൻ.ഡി.എയുടെ വിജയം പ്രവചിക്കപ്പെട്ടു. 66.91 എന്ന റെക്കോർഡ് പോളിംഗ് ശതമാനം. സ്ത്രീ വോട്ടർമാരുടെ മാത്രം പോളിംഗ് ശതമാനം 71.6%. എന്തായിരുന്നു എൻ.ഡി.എയുടെ വജ്രായുധമെന്ന് പരിശോധിക്കാം. മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന പദ്ധതിയായിരുന്നു എൻ.ഡി.എയുടെ തുറപ്പുചീട്ട്. 1 കോടിയേറെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ വീതം നിക്ഷേപിച്ചു. വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭം തുടങ്ങുന്നതിനായിരുന്നു പദ്ധതി ആവിഷ്കരിച്ചത്. 6 മാസം വിലയിരുത്തിയ ശേഷം 2 ലക്ഷം രൂപ അധിക സഹായവും വാഗ്ദാനം ചെയ്തു. വനിതാ സംരംഭകർക്ക് 10 ലക്ഷം രൂപ വരെ സഹായം നൽകുന്ന മഹിളാ ഉദ്യമി യോജന നിർണായകമാവുകയും ചെയ്തു. സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്കുള്ള 35% സംവരണം വലിയ സ്വാധീന ശക്തിയായി മാറി. നേരത്തെ മുതൽ നടപ്പാക്കുന്ന സ്ത്രീ സ്വയം സഹായ സംഘങ്ങൾക്കുള്ള ജീവക പദ്ധതി വിപുലീകരിച്ചു. പെൺകുട്ടികളുടെ ബിരുദം വരെയുള്ള വിദ്യാഭ്യാസത്തിനായുള്ള ആവിഷ്കരിച്ച പദ്ധതികളും വലിയ രീതിയിൽ സ്വാധീനിച്ചു. മദ്യനിരോധനം ഘടകമായോ എന്ന് പരിശോധിക്കാം. മദ്യനിരോധനം പുനഃപരിശോധിക്കുമെന്ന RJD നിലപാട് സ്ത്രീകളെ നിതീഷിനോട് കൂടുതൽ അടുപ്പിച്ചു. RJD കാലത്തെ നിയമവാഴ്ചയില്ലായ്മ അഥവാ ജംഗിൾ രാജ് സംബന്ധിച്ച എൻ.ഡി.എ പ്രചാരണം സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കുകയും ചെയ്തു. പ്രവചനങ്ങൾ മറികടന്നിരിക്കുന്നു ബി.ജെ.പിയുടെ കുതിർപ്പ്. ബീഹാറിലെ ബി.ജെ.പി നേതൃത്വത്തിനപ്പുറം മോദി നേരിട്ട് വോട്ടർമാരെ സ്വാധീനിച്ചു. PM കിസാൻ ആവാസ് യോജന തുടങ്ങി വിവിധ കേന്ദ്ര പദ്ധതികൾക്ക് വ്യാപകമായ പ്രചാരണം ലഭിച്ചു. ഡബിൾ എഞ്ചിൻ സർക്കാർ പ്രചാരണം ബീഹാർ വോട്ടർമാരെ സ്വാധീനിച്ചു. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ഉറപ്പാക്കുന്ന പ്രചാരണം വലിയ കുതിപ്പാവുകയും ചെയ്തു. ജാതി രാഷ്ട്രീയ എഞ്ചിനീയറിംഗ് എങ്ങനെ പ്രവർത്തിച്ചു എന്ന് പരിശോധിക്കാം. EBC വിഭാഗങ്ങളെ രാഷ്ട്രീയമായി ശാക്തീകരിക്കാൻ വിവിധ പദ്ധതികൾ അവിടെ നടപ്പാക്കപ്പെട്ടു. അതിപിന്നാക്ക വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് തദ്ദേശ
സ്ഥാപനങ്ങളിൽ സംവരണം ചെയ്യപ്പെട്ടു. യാദവേതര OBC OEC വിഭാഗങ്ങളുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് BJP കൂടുതൽ പ്രവർത്തിച്ചു. PM ആവാസ് യോജന വഴി OBC OEC EBC വിഭാഗങ്ങൾക്ക് വീടുകൾ ലഭിച്ചത് വലിയ സ്വാധീനമാണ് ചെലുത്തിയത്. ചിരാഗ് പാസ്വാന്റെയും വലിയ വിജയമാണിത്. ഇന്ത്യയിൽ വൻ വിലപേശലുകൾ നടത്തിയാണ് LJP എന്ന് പറയുന്ന പാർട്ടി 29 സീറ്റ് നേടിയെടുത്തത്. ഇതിൽ 21 സീറ്റിലും വിജയിക്കാനായത് ചിരാഗ് പാസ്വാന്റെ മാത്രം വിജയമായി കണക്കാക്കപ്പെടുന്നു. 2020 130 സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിച്ചെങ്കിലും ജയിക്കാനായത് വെറും 1 സീറ്റിൽ മാത്രമായിരുന്നു. പിളർപ്പിന് ശേഷം ഇത്തവണ LJP രാംവിലാസ് പാസ്വാൻ നേടിയത് 5% വോട്ടാണ്. ഇത്രയുമാണ് ഡാറ്റ ഷീറ്റിലുള്ളത്. സനീഷ്, വലിയ പ്രതീക്ഷകൾ NDA ക്യാമ്പിൽ ഉണ്ടായിരുന്നു. പക്ഷെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്കുള്ള വിജയമാണ്. കണക്കുകൂട്ടലുകളെല്ലാം മറികടന്നുള്ള വിജയമാണ്. എന്തുകൊണ്ട്? നിശ്ചയമായിട്ടും ഇത് എന്തുകൊണ്ടാണ് ഈ വിജയമുണ്ടായത് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ ഡാറ്റാ ഷീറ്റിലുണ്ട്. ഇതിനകം തന്നെ ആളുകൾ ചർച്ച ചെയ്ത സ്ത്രീകൾക്കുള്ള 10,000 രൂപ അടക്കം ഇങ്ങോട്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ബിനിലിപ്പോൾ അവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ അതിനോട് കൂട്ടിച്ചേർത്ത് നോക്കേണ്ടതൊരു കാര്യം, എങ്ങനെ ഇത്രയും വലിയ, അതായത് ഒരു സർവേ ഫലങ്ങൾ പോലും പ്രവചിക്കാത്ത അത്ര വലിയ വിജയമുണ്ടായി എന്ന് നോക്കിയാൽ നമ്മൾ ആകെ തുകയെടുത്താൽ കാണുന്ന കാഴ്ച, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന പോലെ തന്നെ ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റ് മെഷീനുമാണ് BJP എന്ന് നമ്മൾ കാണണം. ഒരു സുഘടിതമായിട്ടുള്ള സംവിധാനം, ഒരുപക്ഷെ ലോകത്ത് ഇപ്പോഴുള്ള ഏറ്റവും ആ പണിക്ക് പറ്റിയ ഏറ്റവും ഗംഭീരമായിട്ടുള്ള സംവിധാനം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നുകൂടെ വരാം. അതോടൊപ്പം നിതീഷ് കുമാറും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും എന്ന അങ്ങേയറ്റം ജനപ്രിയമായിട്ടുള്ളൊരു പാർട്ടിയും ഒരു നേതാവും എന്ന കോംബോ കൂടെ ചേരുമ്പോൾ, അതായത് ഏത് തരം നെഗറ്റീവായിട്ടുള്ള സംഗതികളെയും പോസിറ്റീവായ സാധ്യതകളാക്കാൻ പറ്റുന്ന ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റ് മെഷീൻ എന്ന BJPയും ജനപ്രിയമായിട്ടുള്ള നിതീഷ് കുമാർ അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്ന JDU നിതീഷ് കുമാർ കോംബോയും ചേർന്ന് ഈ രണ്ട് കാര്യങ്ങൾ ചേർന്ന് ഉണ്ടാക്കിയതാണ് ഈ വമ്പൻ വിജയം. ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മെഷീൻ എന്നത് ഞാൻ പോസിറ്റീവായിട്ടുള്ള അർത്ഥത്തിൽ മാത്രമല്ല പറഞ്ഞത്. കാരണം ഈ രാഷ്ട്രീയ പാർട്ടി എന്ന പോലെ തെരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റ് മെഷീനും ആയിട്ട് BJP വർക്ക് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ആ മെഷീൻ വർക്ക് ചെയ്ത് തുടങ്ങുകയല്ല ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പുകൾക്ക് എത്രയോ മുമ്പ് മുതൽ തന്നെ ആ മെഷീൻ വർക്ക് ചെയ്ത് തുടങ്ങുകയാണ്. അത് SIR നടപ്പാക്കുന്ന ആ മെഷീനാണ്. ആളുകളെ 47 ലക്ഷം വോട്ടർമാരെ പുറത്തള്ളണമെന്ന് തീരുമാനിച്ചിട്ട് അത് ഏത് മേഖലകളിൽ നിന്നായിരിക്കണമെന്ന് തീരുമാനിച്ചിട്ട് SIR എന്ന സുഘടിതമായുള്ള സംവിധാനത്തിലൂടെ പുറത്തേക്ക് പോകുന്നത് അങ്ങനെയാണ്. ഈ നമ്മളിപ്പോൾ ഇന്നത്തൊരു വിജയത്തിൻ്റെ ഓളവും ആഘോഷവും കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അതിലേക്ക് തിരിച്ചു ചെല്ലും എല്ലാ നിരീക്ഷകരും. BLOമാർ പല സ്ഥലത്ത് എത്തിയിട്ട് പോലും ഇല്ലായിരുന്നു. ഏതുതരം ആളുകളാണ്, ഏതുതരം വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ് വോട്ടിൽ നിന്ന് പുറത്തായി പോയത്, ആരുടെ വോട്ടാണ് അതുപോലെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക എന്നതുപോലുള്ള കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്യപ്പെടും. ഇപ്പോൾ 10,000 വോട്ട് സ്ത്രീകൾക്ക് കിട്ടി എന്ന് നമ്മൾ പറയുന്നു. 10,000 രൂപ 10,000 രൂപ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് 10,000 രൂപ എല്ലാ ആളുകളുടെയും അക്കൗണ്ടിലേക്ക് വരുന്നു എന്ന് വെച്ചാൽ അതിനകത്ത് അധാർമികതയുടെ അംശം ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും. എത്രമാത്രം വലിയ കാര്യങ്ങൾ പറഞ്ഞാലും അതിനകത്ത് അധാർമികതയുടെ അംശമുണ്ട്. കാരണം വോട്ടിന് പണം കൊടുക്കുക എന്നതുപോലെ തന്നെ കാണാവുന്ന ഒരു കാര്യമാണത്. ഇപ്പോൾ നമ്മളിവിടെ പെൻഷൻ കൂട്ടി 400 രൂപ മറ്റോ കൂട്ടി ഇവിടെ കേരളത്തിൽ. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6 മാസങ്ങൾക്ക് ഇപ്പുറത്താണ്. ഇത് പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴാണ് SIR നടപ്പാക്കിയത്, അല്ലെങ്കിൽ പ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പ് SIR നടപ്പാക്കിയത്, ഈ പണം വന്ന് വീഴുകയും ചെയ്തത്. നമ്മൾ നേരത്തെയും പറഞ്ഞു, അവിടുത്തെ 10,000 എന്ന് വെച്ചാൽ ഇവിടുത്തെ 1 ലക്ഷത്തിലുമേറെ വലിയ വാല്യൂ ഉള്ള പണമാണ്. ആ പണം നേരിട്ട് വരുന്ന സ്ത്രീകൾ അത് വോട്ട് കൊടുക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ ഈ പറയുന്ന ഇലക്ഷൻ മാനേജ്മെൻറ്റ് സംവിധാനം എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ, അല്ലെങ്കിൽ പ്രതിപക്ഷം എല്ലായിടത്തും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ, അതൊരു പൂർണ്ണമായും ധാർമ്മികതയിൽ അടിയുറച്ച ആ സംവിധാനമൊന്നുമല്ല. ആ മെഷീൻ അധാർമികമായിട്ടും ശരിയല്ലാത്ത കാര്യങ്ങളിലും തന്നെ നിന്നുകൊണ്ട് പോകുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനം ഭരണഘടനാപരമായ സംവിധാനങ്ങളെ പോലും ഉപയോഗിക്കുന്നു എന്നാണല്ലോ രാഹുൽ ഗാന്ധിയും പലരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഭരണഘടനാപരമായിട്ടുള്ള ഉപയോഗിക്കാനേ പാടില്ലാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലുള്ള സംവിധാനങ്ങൾ BJPയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒരു ആയുധം എന്ന നിലക്ക് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പലരും ചൂണ്ടിക്കാണിച്ചാണ്. അപ്പോൾ ഇതെല്ലാം ചേരുമ്പോൾ നമ്മൾ ഈ ഘട്ടത്തിൽ ഇത് പറയുമ്പോൾ പരിഹസിക്കപ്പെടും ഒരുപക്ഷെ, ഒരു വലിയ വിജയം ഉണ്ടായിട്ട്. പക്ഷേ നമ്മൾ പറയാതിരിക്കുക എന്നുള്ളത് ജേർണലിസ്റ്റിക്കായിട്ടുള്ള കാര്യവുമല്ല. അവിടെ നിശ്ചയമായിട്ടും ജനപ്രിയതയുണ്ട്. ഈ ഒരുപക്ഷെ BJPക്ക് തന്നെയും ജനപ്രിയതയുണ്ട്. പക്ഷേ ഇത്രയും വലിയ വിജയത്തിലേക്ക് എങ്ങനെ പോയി, ഇത്ര വലിയ പരാജയം പ്രതിപക്ഷത്തിന് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഈ കാര്യങ്ങളല്ലാണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് സംഭവിച്ചത്? ജൻസുരാജ് പാർട്ടി എവിടെ നിന്നാണ് ഈ ഇത്രമാത്രം സീറ്റുകളിൽ മത്സരിക്കാനുള്ള പണവും മറ്റും ഈ വന്നിരിക്കുന്നതെന്ന ചോദ്യം അവിടെ പ്രസക്തമായിട്ടുണ്ട്. ജൻസുരാജ് പാർട്ടി ഒവൈസിയുടേത് ഇത്രക്കുള്ള ആ പാർട്ടി അത്രക്ക് പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ മായാവതിയുടെ BSP, ഇതൊന്നും ഇല്ലാതിരുന്ന സീൻ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ആയിരിക്കില്ല ഉണ്ടാവുക. ഇപ്പോൾ പോലും നമ്മുടെ മുമ്പിൽ കണക്കുകൾ തിരിച്ചു വരുന്നേ ഉള്ളൂ. ഞാനിത് നമ്മളിപ്പോൾ ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ ഏതെങ്കിലും രാഷ്ട്രീയ നിരീക്ഷകർ ഇങ്ങനെ പറയില്ലായിരിക്കും. പക്ഷേ നമ്മളിത് അവരെല്ലാം ഉണ്ട്, അതുകൊണ്ട് അവരില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നെന്ന് പറയുന്നതിൽ കാര്യമില്ല എന്ന് എനിക്ക് അറിയാഞ്ഞിട്ടില്ല. പക്ഷേ അതിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ ഇലക്ഷൻ മാനേജ്മെൻറ്റ് എന്ന സംവിധാനത്തെ മറ്റ് പാർട്ടികളെ എങ്ങനെ ഉപയോഗിക്കണം, നമ്മുടെ ഭരണഘടനാ സംവിധാനങ്ങളെ എങ്ങനെ ഉപയോഗിക്കണം, SIR എപ്പോൾ നടപ്പാക്കണം, ഇത്തരം കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്ന ഒരു മഹാ മെഷീനറി എന്ന നിലക്ക് BJP പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതിനുള്ള അധികാരം അവർക്കുണ്ട്. അതോടൊപ്പം ഈ നിശ്ചയമായിട്ടും നിതീഷ് കുമാറിൻ്റെ ജനപ്രിയത എന്ന് വെച്ചാൽ നമ്മൾ ഈ രാഷ്ട്രീയം, നമ്മൾ ഈ പറഞ്ഞല്ലോ, ഈ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000
രൂപ കൊടുത്തു എന്ന്. 75 ലക്ഷം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്കാണ് വന്നത് 10,000 രൂപ. 75 ലക്ഷം സ്ത്രീകളുടേത്. ഇത് അവിടെ കൊണ്ട് തുടങ്ങുന്നതല്ല നിതീഷ് കുമാറിൻ്റെ ഈ ഒരു കാര്യം. നിതീഷ് കുമാർ 2007, എൻ്റെ ഓർമ്മ 2007 2007 നിതീഷ് കുമാർ അന്നത്തെ എല്ലാ സ്കൂൾ പെൺകുട്ടികൾക്കും സൈക്കിളുകൾ കൊടുത്തു. അത് ഇതുപോലുള്ള കാര്യമാണ്. അന്ന് 15 വയസ്സുള്ളൊരു പെൺകുട്ടിക്കാണ് ഈ സൈക്കിൾ കിട്ടിയെന്ന് ആലോചിക്കുക. ഇപ്പം നമ്മൾ ഈ വർഷങ്ങൾക്ക് ശേഷം നോക്കുമ്പോൾ അവർക്ക് 30-35 വയസ്സുണ്ടാവും. അവരും ഇവിടെയുണ്ട്. ഒപ്പം മദ്യനിരോധനം നടപ്പാക്കി 2016. അവർക്ക് 10,000 രൂപ കിട്ടുന്നുണ്ട്. അവർക്ക് 10,000 രൂപ കിട്ടുകയാണ്. 2016 മദ്യനിരോധനം നടപ്പാക്കുക എന്ന് വെച്ചാൽ മദ്യം അവിടെ സുലഭമാണത്രേ, പോയ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മദ്യനിരോധനം നടപ്പാക്കുക എന്ന് വെച്ചാൽ അതും സ്ത്രീകളെ ബാധിക്കുന്നതാണ്, അതും സ്ത്രീകൾക്ക് ഹാപ്പി ആവുന്നതാണ്. അവിടെ ഈ കുർമി വിഭാഗത്തിന്, നിതീഷ് കുമാറിൻ്റെ വിഭാഗത്തിന്, അദ്ദേഹത്തിൻ്റെ ജാതി, അവിടെയാണ് ജാതിയാണല്ലോ എല്ലാം, വെറും 3% ജനസംഖ്യയിൽ ഉള്ള ആളാണ് കുർമി. പക്ഷേ നിതീഷ് കുമാർ എന്ന ഗംഭീരനായുള്ള രാഷ്ട്രീയക്കാരൻ ജാതികൾക്കതീതമായ, ജാതി മാത്രമായിട്ടുള്ള ഈ ബീഹാർ എന്ന സംസ്ഥാനത്ത് ജാതികൾക്കതീതമായിട്ടൊരു വോട്ട് ബ്ലോക്കിനെ സൃഷ്ടിച്ചു. അതാണ് സ്ത്രീകൾ. ആ സ്ത്രീ ബ്ലോക്കുകൾ ഏത് ജാതിയിലെയും സ്ത്രീകൾ അദ്ദേഹത്തിന് പിന്നിലാണ്. അതിപ്പോൾ തുടങ്ങിയല്ല, 2007 ഒരുപക്ഷെ അതിനു മുമ്പും തുടങ്ങുന്നതാണ്. ഒപ്പോൾ ഈ അതിദളിത EWS, EBC എക്സ്ട്രീംലി ബാക്ക്വേർഡ്, അതും യഥാർത്ഥത്തിൽ ഈ സ്ത്രീ വോട്ടർ ബ്ലോക്ക് എന്ന പോലെ തന്നെ നിതീഷ് കുമാർ സൃഷ്ടിച്ചതാണ്. കർപ്പൂരി താക്കൂറിൻ്റെ ഈ ആശയങ്ങൾക്കനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ നീക്കുപോക്കുകൾക്കനുസരിച്ച് പിന്നീട് നിതീഷ് കുമാർ വളച്ചെടുത്തതാണ് ഈ പറയുന്ന EBC എന്ന ഗ്രൂപ്പും. അപ്പോൾ സുഘടിതമാണ് നിതീഷ് കുമാറിൻ്റെ കയ്യിൽ. നിതീഷ് കുമാറിനോളം ആളുകൾക്ക് പോപ്പുലറായിരുന്ന ലാലു പ്രസാദ് അത് പിക്ചറിലില്ല. മറ്റു കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നപ്പോഴാണ് ഇതുണ്ടാകുന്നത്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഗംഭീരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റ് മെഷീൻ എന്ന നിലക്കുള്ള BJPയുടെ പ്രവർത്തനവും ഈ നിതീഷ് കുമാർ അദ്ദേഹത്തിൻ്റെ പാർട്ടി JDU എന്ന ജനപ്രിയ സംവിധാനങ്ങളും കൂട്ടുചേരുമ്പോൾ ഇത്രയും വലിയ ഒരു വിജയമുണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വിജയം മുഴുവൻ ധാർമ്മികമാണ് എന്ന് ഉള്ള, ധാർമ്മികമല്ല എന്ന നിരീക്ഷണങ്ങൾ ഇനിയും വരും. കാരണം ഞാൻ ഈ പറഞ്ഞ SIR ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഈ പറയുന്ന അധാർമികമായിട്ടുള്ള ഇടപെടലുകളും മറ്റും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇത്ര വിജയിക്കുമായിരിക്കും ഒരുപക്ഷെ. കാരണം നിതീഷ് കുമാറിൻ്റെ ജനപ്രിയ പരിപാടികൾ അവിടെയുണ്ട്. പക്ഷേ അത് ഇത്രയും വലിയ പരാജയത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയില്ലായിരുന്നു. അപ്പോഴും നമ്മൾ കാണേണ്ടത്, വല്ലാത്ത തോതിൽ RJDയുടെ ഒന്നും വോട്ട് ശതമാനം ഇളകിയിട്ടില്ല എന്ന് നമ്മൾ കാണണമല്ലോ. അപ്പോൾ അവരോടൊപ്പം ആളുകൾ നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കോൺഗ്രസ് വീണ്ടും ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് അതിലേക്ക് വരാം. കോൺഗ്രസ് ഒരു വമ്പൻ പരാജയം നമ്മളതിൽ കാണണം. അതെ, ഉറപ്പായും. നമ്മൾ കോൺഗ്രസിനെ പറ്റി പറയുമ്പോൾ ഈ BJP ഈ പറയുന്ന പോലെ വലിയ ഇലക്ഷൻ മാനേജ്മെൻറ്റ് ഒരു സംവിധാനം, ആ സംവിധാനത്തെ നമ്മളിപ്പോൾ സമീപകാലത്ത് കേരളത്തിൽ പൊതുവിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ BJPക്കുള്ളിൽ തന്നെ വിമർശനം ഉയർന്നിട്ടുള്ളത്, ഇതിനെ ഒരു കോർപ്പറേറ്റ് ഭരണ സംവിധാനമാക്കാൻ രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുന്നു എന്നുള്ളതാണല്ലോ വ്യാപകമായി ഉയർന്നിരുന്ന വിമർശനം. അടിസ്ഥാനപരമായി ഇത് ദേശീയ തലത്തിൽ തന്നെ ഒരു കോർപ്പറേറ്റ് സിസ്റ്റത്തിൽ നീങ്ങുന്നതാണ്. കാരണം ഞാൻ ഈ പറയുന്ന പല സ്ഥലങ്ങളിലൂടെ ഇലക്ഷനും വേണ്ടിയും അല്ലാതെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. BJP ഇപ്പം നമ്മളൊരു മലയാളി മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ നമുക്കൊരു ബൈറ്റ് തരിക, അല്ലെങ്കിൽ നമുക്ക് അവരുടെ ഒരു പാർട്ടിയുടെ റെപ്രസെൻറ്റേഷൻ വരിക, അല്ലെങ്കിൽ അവിടെയുള്ളൊരു നേതാവ്, മധ്യപ്രദേശിലെയോ ബീഹാറിലെയോ ഒരു നേതാവ് നമുക്കൊരു ബൈറ്റ് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കവിടെ അവരുടെ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ പ്രത്യേകിച്ച് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ. പക്ഷെ അപ്പോഴും BJP വളരെ സമഗ്രമായി അല്ലെങ്കിൽ വിദഗ്ധമായി ആ നമ്മളെ കൂടി ചേർത്ത് പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ കൃത്യമായി അക്കോമഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് പറയുന്നത്, അവിടെ ഇപ്പം ഏത് സംസ്ഥാനത്താണെങ്കിലും വലിയ ഒരു ചെറുതല്ലാത്തൊരു മലയാളി കമ്മ്യൂണിറ്റി ഉണ്ടാകും. അവരിലേക്ക് എത്തണം എന്നുകൂടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ നേരിട്ട് കണ്ടറിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ മധ്യപ്രദേശ് ഇലക്ഷന് 2021 പോകുമ്പോൾ അവർ ആ വലിയ സ്വീപ്പ് ഉണ്ടാക്കിയ ഇലക്ഷനിൽ പോകുമ്പം അവിടെ ചെന്നിട്ട് അവരുടെ BJP സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹത്തിൻ്റെ ആ ബൈറ്റ് എടുക്കുന്നതിന് വേണ്ടി അവിടെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ കാണുന്നു. അപ്പോൾ അവർ എനിക്കൊരു നമ്പർ തരുന്നു. നമ്പർ തന്നിട്ട് പറയുന്നു, ഇത് ഇവിടുത്തെ സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്, മീഡിയ എല്ലാം കൈകാര്യം ചെയ്യുന്ന കോർഡിനേറ്ററാണെന്ന് പറയുന്നു. അവരൊരു പ്രൊഫഷണൽ ടീമാണത്. ആ പ്രൊഫഷണൽ ടീമാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. നമുക്കൊരു സമയം അലോട്ട് ചെയ്ത് തരുന്നു. എനിക്ക് BJP സംസ്ഥാന അധ്യക്ഷൻ്റെ ബൈറ്റ് കിട്ടിയെന്ന് മാത്രമല്ല, എനിക്ക് അമിത്ഷായുടെ റാലിയിൽ പങ്കെടുക്കാനോ അദ്ദേഹത്തിൻ്റെ ബൈറ്റ് കിട്ടുകയും ചെയ്തു അവിടെ വെച്ചിട്ട്. ഞാൻ പറയുന്നത് ആ വിധത്തിൽ ഞാൻ ഒരു മലയാളി മാധ്യമ പ്രവർത്തകനെ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ ഉൾക്കൊള്ളിക്കുന്ന വിധത്തിലാണ്. നമ്മൾ മലയാളികൾ എല്ലാത്തിനെയും വിശാലമായി കാണുന്ന ആളുകളാണ്, അതുകൊണ്ട് നമുക്ക് താല്പര്യം ഉണ്ടാകും. പക്ഷെ അവർക്ക് നമ്മളെ താല്പര്യം ഉണ്ടാകണമെന്നില്ലല്ലോ. പക്ഷേ അതുപോലും BJP ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. മറുഭാഗത്ത് കോൺഗ്രസിന് അങ്ങനെ ഒരു സംവിധാനം ഇല്ല. ഞാൻ മധ്യപ്രദേശ് PCC ഓഫീസിൽ ചെന്നിട്ട് കമൽനാഥ് ആ ഭാഗത്തേക്ക് വന്നിട്ട് ഒരാഴ്ചയായി വരുന്നു. അതായത് അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയാണ്, PCC അധ്യക്ഷൻ്റെ ചുമതലയുണ്ടായിരുന്ന ആളുകൂടിയാണ് ആ തവണ. അപ്പം അതാണ് യഥാർത്ഥത്തിൽ BJP ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അതായത് ഓരോ വോട്ടും അവരെണ്ണുന്നുണ്ട്. അതിന് ധാർമ്മികമാണോ അധാർമികമാണോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. സനീഷ പറഞ്ഞ പോലെ അത് വലിയ വിമർശനങ്ങൾ അവർക്കെതിരെ വരുന്നുണ്ട്. പക്ഷേ അവരുടെ ഇലക്ഷൻ മിഷനറി അവർക്ക് ചലിപ്പിക്കുന്നതിന് കൃത്യമായ മാർഗമുണ്ട്. അതിനൊരു കോർപ്പറേറ്റ് സിസ്റ്റമുണ്ട്. ലോകത്ത് തന്നെ
ശരിയാണത്. ലോകത്ത് തന്നെ ഈ വിധത്തിൽ ഇലക്ഷൻ മിഷനറി ചലിപ്പിക്കുന്ന മറ്റൊരു പാർട്ടിയും ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നിതീഷ് കുമാറിനെ അവിടെ മഹാസഖ്യം വലിയ രീതിയിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്ന് ഞാൻ വിലയിരുത്തുന്നുണ്ട്. കാരണം തേജസ്വി യാദവ് പോലും, ഒരുപക്ഷെ തേജസ്വിൻ്റെ പക്വതക്കുറവായിരിക്കാം, ഈ സോണിയാഗാന്ധി ഗുജറാത്തിൽ പോയിട്ട് നരേന്ദ്രമോദിയെ കാലൻ, മരണത്തിൻ്റെ വ്യാപാരി എന്ന് വിളിച്ച ആ ഒരു പ്രയോഗം കൊണ്ട് മാത്രമാണല്ലോ ഗുജറാത്ത് കലാപത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു വരുന്നതിന് വേണ്ടി കളമൊരുക്കിയത് എന്ന് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നുണ്ടല്ലോ. അതേപോലെ ഒരു പരാമർശം തേജസ്വി യാദവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇദ്ദേഹത്തിന് ഭയങ്കര പ്രായമായിപ്പോയി, ഇദ്ദേഹം ഒരു വയസ്സനായിപ്പോയി എന്ന വിധത്തിലൊരു പരാമർശം തേജസ്വി യാദവ് പലതവണ ആവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രായത്തെ അല്ലെങ്കിൽ പ്രായാധിക്യത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രശ്നങ്ങളെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ മഹാസഖ്യവും RJD ശ്രമിച്ചു. അത് ഒരു ഫൗൾ പ്ലേ ആയിപ്പോയി എന്ന് ഞാൻ കരുതുന്നു. 10 വോട്ട് കൂടി ഉറപ്പായും. കാരണം അത് ഫൗൾ പ്ലേ ആയിപ്പോയി എന്ന് ഞാൻ കരുതുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ന് രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ സനീഷ് പറഞ്ഞതും കൂടെ കൂട്ടിക്കെട്ടുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം തേജസ്വി യാദവ് എന്ന് പറയുന്ന പേര് ഇപ്പോഴും പല ആളുകളിലേക്ക് എത്തിയിട്ടില്ല. അവിടെ പകരം നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവാണ്, ലാലു പ്രസാദ് യാദവാണ്. നിതീഷ് കുമാർ ഈസ് ഈക്വൽ ടു ലാലു പ്രസാദ് യാദവാണ്. അപ്പോൾ ആരാടെ ഈ പയ്യൻ വന്നിട്ട് ഞങ്ങളുടെ മറ്റേ ചാച്ചായെ വന്ന് വെല്ലുവിളിക്കാൻ എന്നൊരു തോന്നൽ ഒരു 10% ഉണ്ടായിക്കഴിഞ്ഞാൽ അതവിടെ പോയി എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ തന്ത്രങ്ങളിൽ വലിയ രീതിയിലുള്ള പിഴവുണ്ടായിട്ടുണ്ട് RJDയെ സംബന്ധിച്ച്. മാത്രമല്ല നിതീഷ് കുമാറിനെ വലിയ രീതിയിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയും ചെയ്തു. നിതീഷ് കുമാറിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതാണ് ഈ വിധത്തിൽ വലിയൊരു പതനത്തിന്, BJPയുടെ കാര്യം മാറ്റി നിർത്തിയാണ് ഞാൻ പറയുന്നത്, JDUവിൻ്റെ വലിയ മുന്നേറ്റത്തിന് കാരണമായിട്ടുള്ളത്. നിതീഷ് കുമാറിനെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. നിതീഷ് കുമാർ ഇപ്പോഴും അവിടെ വലിയ ജനപ്രിയനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിശ്ചയമായിട്ടും അത്രയേ ഉള്ളൂ. അത് നമുക്ക് അടുത്ത വിഷയങ്ങളിലേക്ക് പോവാം. ഇത് ട്രെൻഡ് ഒന്നുമല്ല, സുനാമി എന്നാണ് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ പ്രതികരിച്ചത്. ശരി തന്നെയാണ്. ഇത്രയും വലിയ ഹിമാലയൻ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഇന്ത്യൻ ജനാധിപത്യം അപൂർവമായേ കണ്ടിട്ടുള്ളൂ. ജംഗൽ രാജ് എന്ന് കുപ്രസിദ്ധമായ RJD ഭരണകാലം കഴിഞ്ഞിട്ട് 20 വർഷം കഴിഞ്ഞിരിക്കുന്നു. തേജസ്വി ജനങ്ങളിലേക്ക് ഇറങ്ങി അദ്ദേഹത്തിന് ആകും വിധം നന്നായി പണിയെടുത്തു. എന്നിട്ടും ആ പഴയ കാലം ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്നാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും പാഠമാണ്. അത്തരം ഓർമ്മകളെ അടക്കം എഞ്ചിനീയറിംഗ് നടത്തി സജീവമാക്കി നിർത്താൻ NDAയ്ക്കും സാധിച്ചു. എല്ലാ സമുദായങ്ങളെയും അടുപ്പിക്കാനും എതിർ വോട്ട് ബാങ്കുകളെ ഛിന്ന ഭിന്നമാക്കാനുമുള്ള കൗശലം NDAയ്ക്കുണ്ടായിരുന്നു. നിതീഷിന്റെ ജനപ്രിയത അവർക്ക് അധിക യോഗ്യതയായിരുന്നു. ഈ പറഞ്ഞ പ്ലാനും പദ്ധതിയും പ്രതിച്ഛായും ഒന്നും മഹാസഖ്യത്തിന് ഉണ്ടായിരുന്നുമില്ല. ഒരു തരത്തിൽ ചിന്തിച്ചാൽ ഈ വിജയം BJPക്കും JDUവിനും പരസ്പരമുള്ള സന്ദേശം കൂടിയാണ്. ബീഹാറിലെ മാത്രമല്ല, കേന്ദ്രത്തിലെ കാര്യവും ഇനി നിതീഷ് കുമാർ കൂടി തീരുമാനിക്കും. ഇതെല്ലാം പറയുമ്പോഴും പ്രതിപക്ഷം ശബ്ദിക്കുന്ന തെളിവുകളോടെ ഉയർത്തിയ വോട്ടുകൊള്ള അടക്കമുള്ള ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ ഇന്നും ഉത്തരമില്ലാതെ തന്നെ നിൽക്കുകയാണെന്നും RDX ഓർമ്മിപ്പിക്കുന്നു. ഇടവേള.